നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊമ്മേരിയിൽ 5 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണവും ഉയർന്നു. 47 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കയച്ച 4 സാമ്പിളുകളാണ് പോസിറ്റീവായത്. 10 പേർ ആശുപത്രി വിട്ടിരുന്നു. ബാക്കിയുള്ളവർ ചികിത്സയിൽ തുടരുകയാണ്. കൊമ്മേരിയിൽ രോഗപരിശോധനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതിൽ പരിശോധനയ്ക്കയച്ച സാമ്പിളുകളിൽ 4 എണ്ണമാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിരുന്നു. മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം. ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നുണ്ട്. അതേസമയം മഞ്ഞപ്പിത്തം പടരുന്നതിൽ കൊമ്മേരി ജനകീയ സമിതിയെ പഴിചാരി കോർപ്പറേഷനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ചുമതല ജനകീയ സമിതിക്കാണെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ജലസ്രോതസ് ശുചീകരിക്കാൻ ആവശ്യമായ സഹായം നൽകിയിട്ടും ഇതിൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം ഉയരുന്നത്. പ്രദേശത്തെ 4 കിണറുകളിൽ നിന്നുള്ള വെള്ളം ടാങ്കിലേക്ക് എത്തിച്ച് 265 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതിയുടെ നടത്തിപ്പ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനകീയ സമിതിക്കായിരുന്നു. പദ്ധതിയുടെ ഭാഗമായ 2 കിണറുകളും ടാങ്കും വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ഈ സാഹചര്യത്തിലാണ് നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയുള്ള കോർപ്പറേഷന്റെ വിമർശനം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കാൻ കോർപ്പറേഷൻ ജനകീയ സമിതിക്ക് സാധന സാമഗ്രികൾ നൽകിയിരുന്നു. എന്നാൽ ശുചീകരിച്ചുവെന്ന റിപ്പോർട്ട് ലഭിച്ചെങ്കിലും ഈ കാര്യത്തിൽ പരിശോധനയൊന്നും നിലവിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ തീരുമാനം.